സംസ്ഥാനത്ത് ലഹരി മാഫിയെ പൂട്ടാനുള്ള ഡി ഹണ്ടുമായി പോലീസ് മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യാപകമായി ലഹരി വിൽപ്പനക്കാരെ പിടികൂടിയിരുന്നു. പലയിടത്തും വൻതോതിൽ ലഹരി ശേഖരവും പിടികൂടി. വിദ്യാർത്ഥികൾക്ക് ലഹരി മരുന്ന് നൽകിയ ഇയാൾ ഇന്നലെ കൊച്ചിയിൽ പിടിയിലായിരുന്നു. പറവൂർ ഏലൂക്കര സ്വദേശി മുഹമ്മദ് നഫീസാണ് ഇന്നലെ പിടിയിലായത്. അതിഥി തൊഴിലാളികളെ കേന്ദ്രീകരിച്ച് പരിശോധന ശക്തമാക്കി. അതേസമയം സംസ്ഥാനത്ത് വർദ്ധിച്ചുവരുന്ന കൊലപാതകങ്ങൾക്കും ലഹരി വ്യാപനത്തിനുമെതിരെ UDF ഉപവാസ സമരവും ഇന്ന് നടക്കും. നോ ക്രൈം നോ ഡ്രഗ്സ് എന്ന മുദ്രാവാക്യമുയർത്തിയാണ് ഉപവാസം നടത്തുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്യും. നവമി ദിനേശ് ചേരും കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി. നവമി, ഇന്നലെ പ്രധാനമായും ഏലൂക്കര സ്വദേശിയായ മുഹമ്മദ് നഫീസ് കൊച്ചിയിൽ നിന്ന് പിടിയിലായിരുന്നു. വിദ്യാർത്ഥികൾക്ക് ലഹരി നൽകുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇയാളെ പിടികൂടിയത്. ഒരു നസീഫിൽ അടങ്ങുന്നില്ല. ഇതൊരു വലിയ ശൃംഖലയാണ്. ഇവരെ മൊത്തം പിടിച്ചാൽ മാത്രമേ നമ്മുടെ സമൂഹം, നമ്മുടെ വിദ്യാർത്ഥികളെ ഈ ലഹരിയിൽ നിന്ന് വിമുക്തി അവർക്ക് നേടിക്കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. എവിടെ എത്തി ഡി ഹണ്ട്? എന്താണ് വിശദാംശങ്ങൾ? വെരി ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ എക്സൈസിന്റെയും പോലീസിന്റെയും പരിശോധന, ഈ ലഹരി പിടികൂടുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശോധന അതിശക്തമായി തന്നെ തുടരുകയാണ്. രാത്രിയും പകലുമൊക്കെ പോലീസിന്റെ പെട്രോളിംഗ് ഒക്കെ ശക്തമായി തുടരുന്നുണ്ട്. സംശയാസ്പദമായ സാഹചര്യത്തിലുള്ള നിൽക്കുന്ന ആളുകളെയൊക്കെ പിടികൂടി അവരെ പരിശോധിക്കാനുള്ള രീതിയിലേക്കാണ് പരിശോധനകൾ നീളുന്നത്. ഒപ്പം ഈ ലഹരി വിൽപ്പന നടത്തുന്നു എന്നുള്ള രഹസ്യവിവരത്തെ തുടർന്നൊക്കെ പരിശോധന ആ രീതിയിലുമൊക്കെ പോലീസിന്റെയും എക്സൈസിന്റെയും ഭാഗങ്ങളിൽ ശക്തമായി തുടരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ജില്ലയിലെ പലയിടങ്ങളിൽ നിന്നും ഇത്തരത്തിൽ ലഹരി കൈമാറ്റം ചെയ്യുന്ന, ലഹരി ഉപയോഗിക്കുന്നവരെ പിടികൂടുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് ഏറ്റവും ഒടുവിലായി ആലുവയിൽ നിന്നുള്ള ലഹരി കേസാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ 6 ഒഡീഷ സ്വദേശികളാണ് പിടിയിലായിരിക്കുന്നത്. 4 കിലോ കഞ്ചാവുമായി ഒഡീഷ സ്വദേശിയായ മമത ഡിങ്കലിനെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. ഒപ്പം 1 കിലോ ഹാഷിഷ് ഓയിലുമായി 5 ഒഡീഷ സ്വദേശികളും പിടിയിലായിട്ടുണ്ട്. ഇവർ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ആണോ കേരളത്തിലേക്ക്, ഇത്തരത്തിൽ കൊച്ചിയിലേക്ക്, പ്രത്യേകിച്ച് കൊച്ചിയിലേക്ക് ഈ ലഹരി കടത്തിയതെന്ന് പോലീസ് പരിശോധിച്ചു വരുന്നുണ്ട്. അപ്പം ഇവർ ആർക്കൊക്കെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്, സ്ഥിരം ഇവരിൽ നിന്നും ലഹരി വാങ്ങുന്നവരുണ്ടോ, അല്ലെങ്കിൽ ആരിൽ നിന്നാണ് ഇവർ ഈ ലഹരി വാങ്ങിയത് എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ പോലീസ് പരിശോധിച്ചു വരുന്നുണ്ട്. പ്രധാനമായും സ്കൂളുകൾ കേന്ദ്രീകരിച്ച് വിദ്യാർത്ഥികൾക്കാണ് ഇവർ ഏറ്റവും കൂടുതൽ ലഹരി നൽകുന്നത്. വിദ്യാർത്ഥികളെയാണ് ഇവർ ഈ ലഹരി കൈമാറ്റം ചെയ്യുന്നതിന് ഒരു മീഡിയേറ്ററായി പ്രവർത്തിപ്പിക്കുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയാണ് പോലീസിന്റെ നിരീക്ഷണത്തിലും പരിശോധനയിലും ഒക്കെ മനസ്സിലായത്. ഒപ്പം ഭവ്യ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ പറവൂർ സ്വദേശി ഏലൂക്കര സ്വദേശി മുഹമ്മദ് നഫീസിനെ പിടികൂടിയിരുന്നു. 4.2 കിലോ MDMA അത് വിദ്യാർത്ഥികൾക്ക് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നതെന്നാണ് പോലീസ് പറയുന്നത്. അങ്ങനെയാണ് ഹനീഫിനെ ചോദ്യം ചെയ്തപ്പോൾ മനസ്സിലായത്. ഒപ്പം ഇയാളുടെ കയ്യിൽ നിന്നും ഈ ലഹരി തൂക്കി വിൽക്കുന്നതിന് ഉപയോഗിക്കുന്ന മെഷീനും മറ്റും സാധനങ്ങളും കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ അതിഥി തൊഴിലാളികളെ കേന്ദ്രീകരിച്ചും പോലീസിന്റെ വലിയ രീതിയിൽ പരിശോധന നടക്കുകയാണ്. കാരണം ഈ നമുക്കറിയാം, പെരുമ്പാവൂർ ഭാഗങ്ങളാണ് ഏറ്റവും കൂടുതൽ അതിഥി തൊഴിലാളികൾ ഉള്ളത്. പലപ്പോഴും അവിടെ നിന്ന് പോലീസിന് പരാതി ലഭിച്ചിട്ടുണ്ട്. ഇവർ വലിയ രീതിയിൽ ലഹരി കച്ചവടം നടത്തുന്നുണ്ട്. ഇവർ നാട്ടിൽ നിന്നും തിരിച്ച് കേരളത്തിലേക്ക് വരുമ്പോൾ ലഹരി കൊണ്ടുവരുന്നുണ്ട്. ട്രെയിനുകളിലും ബസ്സുകളിലും ഒക്കെ ആയിട്ട് ബണ്ട് കണക്കിനാണ് ലഹരി കേരളത്തിലേക്ക് എത്തിക്കുന്നതെന്ന് പല തവണ റിപ്പോർട്ടുകൾ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഈ അടുത്തിടയ്ക്ക് നമ്മൾ കണ്ട വാർത്തകൾ അല്ലെങ്കിൽ കേൾക്കുന്ന വാർത്തകളിലെല്ലാം ലഹരി ഒരു വലിയ ഘടകമായി മാറുന്നുണ്ട്. ആക്രമണ സംഭവങ്ങളായിക്കോട്ടെ, കൊലപാതകങ്ങളായിക്കോട്ടെ, ലഹരി വലിയ രീതിയിൽ ഉണ്ടാകുന്നുണ്ട്. അതിൽ പ്രതിപക്ഷത്തിന്റെ അടക്കം അല്ലെങ്കിൽ പൊതുസമൂഹം അടക്കം പോലീസിനെ വലിയ രീതിയിൽ വിമർശിക്കുന്ന ഒരു സാഹചര്യത്തിൽ എത്തി നിൽക്കുമ്പോൾ തന്നെയാണ് ഈ ഒരു പരിശോധന ശക്തമാക്കാൻ പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരു നടപടി കൈക്കൊണ്ടിരിക്കുന്നത്. ശരി, നന്ദി. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. സമ്മേളന നഗരിയായി